നോർമൽ പാൻറ്റ് കട്ട് ചെയ്യുന്നത്. ഇനി എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പാൻറ്റ് കട്ട് ചെയ്യേണ്ടിയിട്ട് ഈ അളവെല്ലാം സെയിം തന്നെ. ഈ അളവെടുത്ത് ഇത് ഇപ്പം കറക്റ്റായിട്ട് വരും. പക്ഷെ ബാൻഡ് നമുക്കിപ്പോൾ ഇത് വേണ്ട. ഈ ബാൻഡ് ഇല്ലാണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ബാൻഡ് നമ്മൾ വേറെ തന്നെ കട്ട് ചെയ്യുന്നത്. ഈ പീസ് ഇത് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിങ്ങനെ. ഇനി ബാക്ക് വശം ഇതിൻ്റെ കുറച്ച് വലുതാണ്. അന്നേരം നമ്മൾ ബാക്ക് വശം എങ്ങനെയാണ് കട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിനേക്കാളും ഇത് നോർമൽ പാൻറ് കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നോർമൽ പാൻറ് കട്ട് ചെയ്യുക ഇത് തന്നെ വെച്ചിട്ട് സെയിം ആയിട്ട്. പക്ഷെ ബാൻഡ് ഉണ്ടാവുക. ഇത് ബാൻഡ് അതിൻ്റെ കൂടെ ആദ്യം അടയാളപ്പെട്ട് കാണിച്ചില്ല ബാൻഡ്. ആ ബാൻഡും വെച്ചിട്ടാണ് സാധാ പാൻറ് കട്ട് ചെയ്യുക. ഇതിപ്പോൾ ഈ മോഡൽ പാൻറ് ആയതിനെക്കൊണ്ട് നമ്മൾ ഇതിനെ കുറച്ച് കടത്തി വെക്കുന്നത്. മുൻവശം ഇത്രയാണ് വരുന്നുള്ളൂ. ബാക്ക് അതിനേക്കാളും കൂടുതലാണ്. അതിനെക്കൊണ്ട് ബാക്ക് നമ്മൾ കുറച്ച് കടത്തി വെച്ചിട്ട് 1 ഇഞ്ച് കടത്തി വെക്കുന്നത്. 1 ഇഞ്ച് കടത്തി വെച്ചിട്ട് ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതെന്ന് വെച്ചാൽ ഇതിനെ സെൻറ്ററിൽ കട്ട് ചെയ്യുന്നു. സാധാ പാൻറ്റിന് ഇങ്ങനെ കട്ട് ചെയ്യില്ല. ഈ പാൻറ്റിന് അതിനെക്കൊണ്ട് ഈ മോഡൽ അതിനെക്കൊണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ പോക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നു. ഈ പോക്കറ്റിൻ്റെ നീളം നോക്കുക. 4 അടിച്ചു പോകുന്ന താഴോട്ടേക്ക് ഇവിടുന്ന് ഇങ്ങനെ നമുക്കൊരു കഷ്ണം കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി ഇത് കട്ട് ചെയ്തതിന് മാറ്റിയതിന് ശേഷം നമുക്ക് ബാൻഡിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഈ പാൻറ്റിന് വേണ്ടിയിട്ട് ബാക്കും മുന്നും കൂടി നമ്മൾ ഒരുമിച്ച് ആ ബാൻഡ് കട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ 11 ഇഞ്ചല്ലേ വീതി പറഞ്ഞ് നമ്മൾ 12 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്യുന്നു ബാൻഡ്. ബാക്കിന് മുന്നിനും കൂടിയിട്ടുള്ളതാണ്. വീതി ഒരു 3.5 ഇഞ്ച് നമ്മൾ എടുക്കുന്നു ബാൻഡിന് വേണ്ടിയിട്ട്. 3.5 ഇഞ്ച് ബാൻഡ് എടുക്കുന്നത്. ഇതിങ്ങനെ മടക്കി അടിക്കുന്നു. അന്നേരം ബാൻഡായിട്ട് വന്നോളൂ. ഇത് ആ പാൻറ്റിൻ്റെ ബാൻഡ്.